ഹായ് നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മുടെ ബീഹാർ സ്റ്റേറ്റ് ഇലക്ഷൻ എൻ ഡി എ ഗവൺമെൻറ് വളരെ വലിയൊരു സ്വീപ്പാണ് അവിടെ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം അവിടെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതിലേക്ക് നമുക്ക് കൂടുതൽ വരാം. അതുപോലെ തന്നെ ഇതുപോലെ ഈ എക്സിറ്റ് പോളിൻ്റെ ദിവസം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് എൻ്റെ ഓഡിയോ ഒന്ന് 1.25x തന്നെ കാണാൻ ശ്രമിക്കുക. കുറച്ച് ആ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ്. ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഒന്ന്, എക്സിറ്റ് പോളിൻ്റെ ദിവസം നമ്മുടെ എല്ലാവരും ഫേസ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. മാർക്കറ്റ് എക്സിറ്റ് പോള് ഇതേ സംഭവം തന്നെയായിരുന്നു. എൻ ഡി എ വളരെ കംഫർട്ടബിളി ആ ഒരു എക്സിറ്റ് പോള് വിൻ ചെയ്യും, ആ പോള് വിൻ ചെയ്യും എന്ന് ഉണ്ടായിരുന്നിട്ട് പോലും മാർക്കറ്റിൽ ലിറ്ററലി അനങ്ങിയിട്ടേ ഇല്ലായിരുന്നു. വളരെ കംഫർട്ടബിളി എന്താണോ ഓപ്പൺ ചെയ്ത പ്രൈസ്, ലിറ്ററലി ദാറ്റ് വാസ് എ ഗ്യാപ്പ് ഡൗൺ ഓൾസോ. അപ്പോൾ ഓപ്പൺ ചെയ്തത് ചെറിയൊരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് ആ പ്രൈസിൽ തന്നെ അന്ന് മാർക്കറ്റ് നിൽക്കുമായിരുന്നു. ത്രൂ ഔട്ട് ദ ഡേ ആ പ്രൈസ് തന്നെയാണ് റെസ്പെക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. 3 മണി വരെ ലിറ്ററലി ആ ഒരു പ്രൈസിൽ തന്നെ നിൽക്കുമായിരുന്നു. അവസാനത്തെ അരമണിക്കൂർ മാർക്കറ്റ് ഫ്ലൈ ആയി. അതേ സിറ്റുവേഷൻ ഈ വെള്ളിയാഴ്ചയും സംഭവിച്ചു. എലക്ഷൻ തൂത്തുവാരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ട് പോലും ലിറ്ററലി പ്രൈസ് വലിയ മാറ്റമില്ലാണ്ട് അങ്ങനെ തന്നെ തുടർന്നു. ലാസ്റ്റിലത്തെ 15-20 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്തു. ഇത് ഒരു ട്രേഡർ വാച്ച് ചെയ്യേണ്ട കാര്യമാണ്. മാർക്കറ്റിനൊരു ബിഹേവിയർ വരാറുണ്ട് പല സമയത്തും. എഫ് ഐയും ഡി എയും ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ ഫോളോ ചെയ്യാറുണ്ട്. സോ പുതിയൊരു പാറ്റേൺ ഓഫ് ഇത് പുതിയതൊന്നുമല്ല, മുന്നേ കണ്ടിട്ടുണ്ട്. അവസാനത്തെ അരമണിക്കൂർ മാത്രം ട്രേഡ് നടക്കുന്ന, ബാക്കിയുള്ള ട്രേഡേഴ്സൊക്കെ വെറുതെ ഇരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ ഇതിനു മുന്നേ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇത് ഫസ്റ്റ് ടൈം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഇതിന് മുന്നേ ഇത് വന്നിട്ടുണ്ട്, നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അത് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത്രയും പെർഫെക്റ്റ് ലാഭം കിട്ടാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഒരു ബിഹേവിയറൽ ചേഞ്ചാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഞാൻ ഐഡിയ കാണുമ്പോൾ ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. സോ ട്രേഡ് അക്കോർഡിംഗ്ലി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇപ്പോൾ ബീഹാർ സ്റ്റേറ്റ് ഇലക്ഷൻ്റെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്, ഇല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെൻറ്റിന് അതൊരു വലിയൊരു സംഭവം സെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തിനി എന്ത് സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ, ഇടയ്ക്കൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് പോയി. ഹയർ ഓപ്പർച്യൂണിറ്റി വന്നില്ല, ലാസ്റ്റിലത്തെ മിനിറ്റിൽ ട്രിഗർ ചെയ്തു. അത് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത്, ഇതല്ല എക്സ്റ്റൻഷൻ, ഇത് ഇവിടം തൊട്ട് ഇതുവരെ ഉള്ളൂ അതിൻ്റെ എക്സ്റ്റൻഷൻ. തൽക്കാലം ഞാൻ അതിനൊന്ന് ജസ്റ്റ് വരച്ചിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. പ്രസന്റ് ഡേറ്റ കൂടെ നോക്കിയിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാദ്യം പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിന്ന് ഓപ്പൺ ചെയ്യുന്ന 26,000 അടുത്താണ്. അപ്പോൾ 910 നമ്മൾ ലാസ്റ്റിൽ ക്ലോസ് ചെയ്തത് അല്ലേ. ആവറേജ് വാല്യൂ അങ്ങനെയല്ല കാണിക്കുന്നത്. ഓക്കെ, 910 ക്ലോസ് ചെയ്തതെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിലൊരു നെഗറ്റീവ് ഏരിയ നിൽപ്പുണ്ടായിരുന്നു, അതിൽ നിന്നൊരു പോസിറ്റീവ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിൻ്റെ തൊട്ടടുത്താണ് 26,000 എന്നുള്ളൊരു ഏരിയയ്ക്കും 25,960. ഇതിന് മുന്നേ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് സെൽ ഓഫ് വന്നത് അല്ലേ. ആ സെൽ ഓഫിൻ്റെ തൊട്ടടുത്ത്, എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പിലായിരിക്കും. അതായത് ഈ ഒരു ലെവലിൽ വന്ന് ടച്ച് ചെയ്യുന്ന രീതിക്കായിരിക്കും ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് കുറച്ച് കംഫർട്ടബിൾ 26,000 മുകളിൽ കയറി അടുത്ത് 2640 ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ കാര്യമായിട്ട് എടുക്കണം എന്നില്ല. 26,100 അത് പോകാനാണ് നല്ല പ്രോബബിലിറ്റി ഉണ്ട്. 26,240 അടുത്ത ലെവൽ ഓഫ്
ഓഫ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. താഴേക്കാണെന്നുണ്ടെങ്കിൽ 880 താഴെ 880 താഴെ, പിന്നെ ഒരു 800, പിന്നെ ഒരു 720 മാത്രമാണ് അവിടെ ഉള്ളത്. ഈ ലെവൽസിനനുസരിച്ചായിരിക്കണം നമ്മുടെ നെക്സ്റ്റ് ട്രേഡിംഗ് അനാലിസിസ് പോവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്ത് വയ്ക്കുക. ചെറിയൊരു വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പാണ്, പക്ഷേ ആ ഒരു ബുള്ളിഷ്നെസ് ചെറുതായിട്ട് മാർക്കറ്റിൽ വളരെ കുറച്ചായിട്ട് ഇങ്ങനെ മൊമെൻറ്റം ഇഞ്ചെക്ട് ചെയ്ത് വരുവാണ്. മുമ്പ് അങ്ങനെയല്ല, ട്രെൻഡിന് മുന്നേ എന്ന് പറയുന്നത് മാർക്കറ്റ് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മൂവ് ചെയ്യുന്നു, പറക്കുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. മാർക്കറ്റ് വളരെ ഒരു കിവിയുടെ സ്റ്റൈലിലാണ്, വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷെ അതിനൊരു ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡ് വളരെ സ്ലോലി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഒരു സൈഡ് വേസ് ആയിരുന്നു, ആ സൈഡ് വേസ് ചിലപ്പോൾ മാറിയേക്കാം എന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. നല്ല കുറച്ച് സ്റ്റോക്സ് അനാലിസിസ് വരുന്നുണ്ട്, വരും ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ ഇൻഫി, റിലയൻസ്, HDFC ബാങ്ക് മാത്രം വീക്കാണ് കേട്ടോ. SBI പ്രോഫിറ്റിൽ നിൽപ്പുണ്ട്. ബാക്കിയുള്ള സ്റ്റോക്സ് ICICI, ആക്സിസ് ബാങ്ക് നോക്കി വെച്ചോളൂ. ICICI ബാങ്കിലൊക്കെ വീണ്ടും നല്ല മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ഒരു സ്വിംഗ് അനാലിസിസ് തന്നെ ഞാൻ അവിടെ പിന്നീട് ഇന്ന് ഉച്ചശേഷം ഇല്ലെങ്കിൽ നാളത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൻ്റെ കൂടെ ആയിട്ട് ഒരു സ്വിംഗ് അനാലിസിസ് കൂടെ ഞാൻ ഷെയർ ചെയ്തിരിക്കാം. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഏറ്റവും മെയിൻ ഡേറ്റ എന്ന് പറയുന്നത് India-US ട്രേഡ് ഡീലാണ്. അത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള ഒരു റൂമേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീക്കിൽ ഇടയിൽ എവിടെയെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള ഡേറ്റ വരാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.